ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സയൻസ് ആണ്. മാർവൽ ഓഫ് ദി മാഗ്നറ്റിക് റീം. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ലേറ്റസ്റ്റ് SS ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ, ലെസൻ്റെ ഉള്ളിലെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ലേറ്റസ്റ്റ് SS ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? ഇതിൽ ഏതാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? മാഗ്നറ്റ്, കാന്തം, പേപ്പർ ആണോ? അല്ല. അയൺ നെയിൽ. ഇപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ബി ആണ്, അയൺ നെയിലാണ് ആൻസർ വരുന്നത്. ഇനി ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? ഡിസ് മാഗ്നറ്റ് ഹാസ് ഓൺലി വൺ പോൾ. മാഗ്നറ്റ് വൺ പോളേ ഉള്ളൂ? അല്ല, 2 പോളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. ലൈക്ക് പോൾസ് ഓഫ് ദി മാഗ്നറ്റ് അട്രാക്ട്. ഒരു മാഗ്നറ്റിൻ്റെ ലൈക്ക് പോൾസ്, അതായത് നോർത്ത് പോളും അട്രാക്ട് ചെയ്യും, സൗത്ത് പോളും അട്രാക്ട് ചെയ്യും. ശരിയാണോ? അല്ല, തെറ്റാണ്. ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും അല്ലേ? പോൾസ് നോർത്ത് പോളും സൗത്ത് പോളും ആണ് അട്രാക്ട് ചെയ്യുക, അല്ലാതെ നോർത്ത് പോളും അട്രാക്ട് ചെയ്യില്ല, സൗത്ത് പോളും അട്രാക്ട് ചെയ്യില്ല. അപ്പോൾ രണ്ടാമത്തതും തെറ്റാണ്. മൂന്നാമത്തെ എന്താണ്? മാഗ്നറ്റിക് പവർ ഈസ് ലോ അറ്റ് ദി മിഡിൽ പാർട്ട് ഓഫ് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിന്റെ നടുവിന് മാഗ്നറ്റിക് പവർ കുറവായിരിക്കും. ശരിയാണോ? അത് ശരിയാണ്. അപ്പോൾ സി ശരിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? റബ്ബർ ഈസ് എ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. റബ്ബർ എന്ന് പറയുന്നത് ഒരു കാന്തമല്ല എന്നാണ് പറയുന്നത്. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് എന്നാണ് പറയുന്നത്. ശരിയാണോ? അത് ശരിയാണ്. അപ്പോൾ സിയും ഡിയും ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം. ഡ്യൂറിങ് കാർപ്പൻട്രി വർക്ക് അറ്റ് ഹോം സം അയൺ നെയിൽസ് ഹാവ് ഫാളൻ ഇൻ ടു സോഡസ്റ്റ്. ക്യാൻ യു സജസ്റ്റ് ആൻ ഈസി മെത്തേഡ് ടു സെപ്പറേറ്റ് ദീസ് നെയിൽസ്? നിങ്ങളുടെ വീട്ടിൽ എന്താണ്, മരപ്പണി നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇരുമ്പാണികൾ എവിടേക്ക് വീണു? ആ മരത്തിൻ്റെ പൊടിയിലേക്ക് വീണു അല്ലേ? ക്യാൻ യു സജസ്റ്റ് ആൻ ഈസി മെത്തേഡ് ടു സെപ്പറേറ്റ് ദീസ് നെയിൽസ്? അപ്പോൾ ആ ആണികൾ ആ മരപ്പൊടിയിൽ നിന്ന് മാറ്റാൻ ഒരു എളുപ്പമുള്ളൊരു കാര്യം സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് എളുപ്പമുള്ള കാര്യം? എന്താണ് ആൻസർ വരുന്നത്? നമുക്ക് എങ്ങനെ എടുക്കാം? ഒരു കാന്തം, ഒരു മാഗ്നറ്റ് ആ മരപ്പൊടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? മരപ്പൊടിയിൽ നിന്ന് ആ ആണികൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ഇതാണ് വരുന്നത്. ബ്രിങ് എ മാഗ്നറ്റ് നിയർ ദി സോഡസ്റ്റ്. അടുത്തേക്ക് ഒരു കാന്തം കൊണ്ടുവരാനാണ് പറയുന്നത്. നാലാമത്തെ ചോദ്യം. ദ മാർക്ക് ഇൻഡിക്കേറ്റിംഗ് ദ പോൾ ഓഫ് എ മാഗ്നറ്റ് ഈസ് മിസ്സിംഗ്. ആ മാഗ്നറ്റിൻ്റെ മുകളിൽ നോർത്ത് പോളും സൗത്ത് പോളും ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, സജസ്റ്റ് സം മെത്തേഡ് ടു ഫൈൻഡ് ദ പോൾസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നോർത്ത് പോളും സൗത്ത് പോളും കണ്ടെത്തുക? Suspend a magnet freely. The end pointing towards the north direction is the magnet's north pole and the opposite end is south pole. ആദ്യത്തെ മെത്തേഡ് എന്താ പറയുന്നത്? ഒരു കയറിൽ ഇങ്ങനെ കെട്ടിയിട്ട് ആ മാഗ്നറ്റ് ഫ്രീ ആയിട്ട് തൂക്കിയിടുക. അപ്പോൾ ഏതാണോ നോർത്ത് ഡയറക്ഷനിലേക്ക് അല്ലെ, നോർത്ത് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, അതാണ് നോർത്ത് പോൾ. ഓക്കെ, ഏതാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്? അതാണ് സൗത്ത് പോൾ. ഇനി വേറൊരു മെത്തേഡും കൂടി എന്താണ്? ബൈ ബ്രിങ്ങിങ് അനദർ മാഗ്നറ്റ് വിത്ത് നോർത്ത് പോൾസ് നിയർ ദി ഫസ്റ്റ് വൺ യു ക്യാൻ ഡിറ്റർമൈൻ ദ പോൾസ്. വേറൊരു കാന്തം എടുക്കുക, അതിൽ നോർത്ത് പോളും സൗത്ത് പോളും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ഈ കാന്തം നിങ്ങൾ മറ്റേ കാന്തത്തിൻ്റെക്ക് അടുത്തേക്ക് കൊണ്ടുവരിക. ഇഫ് എ പോൾ ഈസ് റിപ്പൽ ബൈ ദ നോർത്ത് പോൾ ഇറ്റ്സ് എ നോർത്ത് പോൾ. ആ പുതിയ കാന്തത്തിൻ്റെ നോർത്ത് പോൾ നിങ്ങൾ ആ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് വികർഷിക്കുന്നുണ്ടെങ്കിൽ, അത് റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പഴയ കാന്തത്തിൻ്റെ നോർത്ത് പോള് അതാണ്. ഇനി ഇതുപോലെ തന്നെ സൗത്ത് പോളും കൊണ്ടുവരാൻ നിങ്ങൾക്ക് അല്ലേ? അല്ല, ഇനി അത് അട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ആ 2 കാന്തം കൂടി ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? അതാണ് നിങ്ങളുടെ കയ്യിലുള്ള കാന്തത്തിൻ്റെ സൗത്ത് പോൾ എന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ്? നോർത്ത് പോളും സൗത്ത് പോളും ഒരിക്കലും ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല അല്ലേ, ആകർഷിക്കില്ല. അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുക. ഓപ്പോസിറ്റ് പോൾസ് മാത്രമേ അട്രാക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഒബ്സർവ് ദ ഫിഗർ ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു അട്രാക്ഷൻ ഒക്കർ. ഒക്കെയാണ് അട്രാക്ട് ചെയ്യുക? ഓപ്പോസിറ്റ് പോൾസ് ആണ് എയിൽ വരുന്നത്. അപ്പോൾ എ അട്രാക്ട് ചെയ്യും. പിന്നെ നോർത്ത് സൗത്ത് കണ്ടോ, ഓപ്പോസിറ്റ് പോൾസ് ആണ് വരുന്നത്. സി അട്രാക്ട് ചെയ്യും. ഇവിടെ കണ്ടോ, ഈ ഡിയിൽ അട്രാക്ട് ചെയ്യും. ഇതിലും കണ്ടോ, ഇവിടെയും അട്രാക്ട് ചെയ്യും. അപ്പോൾ എവിടേക്കാണ് അട്രാക്ഷൻ നടക്കുന്നത്? എ സി ഡി എഫ് അവിടെ അട്രാക്ട് ചെയ്യും. ബാക്കിയുള്ള 2 കണ്ടോ, സൗത്തും ആണ് വരുന്നത്, ഒരുമിച്ച് വരുന്നത് കണ്ടോ. അപ്പോൾ അത് റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ നോർത്തും ഒരുമിച്ച് വരുന്നത്, അതും റിപ്പൽ ചെയ്യും. അതായത് അട്രാക്ട് ചെയ്യില്ല, വികർഷിക്കുകയാണ് ചെയ്യുക. ഇനി
അവസാനത്തെ ചോദ്യം, ദ കീ ഓഫ് എ വെഹിക്കിൾ ഹാസ് ഫോളൻ ഇൻ ടു എ ക്രാക്ക് ഓഫ് സ്ലാബ് ഓൺ ദ റോഡിലെ നമ്മൾ നടന്നു പോകുമ്പോൾ സ്ലാബിൻ്റെ ഇടയിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ഹോളിൽ കൂടി അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് വീണു, നിങ്ങളുടെ കാറിൻ്റെ കീ വീണു പോയി. ഇറ്റ് കാൺ ബി ടേക്കൺ ഔട്ട് വിത്ത് ഹാൻഡ്സ്, നിങ്ങൾക്ക് കൈയിട്ട് അത് എടുക്കാൻ പറ്റില്ല. യു ക്യാൻ സീ ദ കീ ത്രൂ ദ ക്രാക്ക് ഓഫ് ദ സ്ലാബ്സ്, ആ കീ നിങ്ങൾക്ക് അതിൻ്റെ ആ വിടവിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു ടേക്ക് ദി കീ വിത്തൗട്ട് റിമൂവിങ് ദ സ്ലാബ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ കീ എടുക്കാൻ വേണ്ടി? കൊടുത്തിട്ടുള്ള മെത്തേഡ് യൂസ് എ മാഗ്നറ്റ് അല്ലേ. മിക്കവാറും ഇപ്പോഴുള്ള കീകളൊക്കെ എങ്ങനെയാണ്, മെറ്റലോടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ മെറ്റൽ എന്താണ്, മാഗ്നറ്റിലോട് അട്രാക്റ്റഡ് ആവും. മോസ്റ്റ് കീസ് ആർ മെയ്ഡ് ഓഫ് മെറ്റൽ. എ സ്ട്രോങ് മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് ദി കീ ആൻഡ് ഹെൽപ്പ് യു റിട്രീവ് ഇറ്റ് ഫ്രം ദ ക്രാക്ക് വിത്തൗട്ട് റിമൂവിങ് ദ സ്ലാബ്. ആയിട്ടുള്ളൊരു മാഗ്നറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മാഗ്നറ്റിലേക്ക് ആ ഒരു എന്ത് അട്രാക്റ്റഡ് ആവും, കീ അട്രാക്റ്റഡ് ആവും. നമുക്ക് സ്ലാബ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ലേറ്റസ്റ്റ് എസ്എസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്